പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയ്ക്ക് ശേഷം വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. 1000-ലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് പറയപ്പെടുന്നു. പഴമയുടെ സ്വാത്വിക ഭാവം ഉൾക്കൊള്ളുന്നവര് പറയുന്നത് ശക്തിസ്വരൂപിണിയായ ബദ്രിയുടെയും ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയുടെയും വിദ്യാസ്വരൂപിണിയായ സരസ്വതിയുടെയും സമന്വയ ചൈതന്യഭാവമാണ് മലയാലപ്പുഴ ദേവിയുടേതെന്നാണ് വിശ്വാസം. ദാരിക നിഗ്രഹത്തിനു ശേഷമുള്ള ഭദ്രകാളിയുടെ വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭക്തവത്സലയും അഷ്ടൈശ്വര്യ പ്രദായിനിയുമാണോ മലയാലപ്പുഴയമ്മ. പുഴയൊഴുകുന്ന മലകൾ കാക്കുന്ന മണ്ണിന്റെ മധ്യത്തിലാണ് ദേവിയുടെ ഇരിപ്പിടം. മനവും തനുവും ഏകാഗ്രമാക്കിയുള്ള പ്രാർത്ഥനകൾക്ക് അനുഗ്രഹ വർഷത്തിന്റെ പുണ്യം ചൊരിയുന്ന ക്ഷേത്രം. എണ്ണമറ്റ ഭക്തരുടെ അഭയസ്ഥാനമായി മാറുന്നു ഇവിടം. ശ്രീകോവിലിലെ ദേവീ ചൈതന്യം എല്ലാവർക്കും അമ്മയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മഹാക്ഷേത്രത്തിന്റെ അടിത്തറ ഭക്തരുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ്. അപൂർവ ചൈതന്യത്തിന്റെ കേദാരമായ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനു ഐതിഹ്യങ്ങളുടെ പിൻബലമാണുള്ളത്. ഉത്സവത്തിന് ദേവിയുടെ ചമയവിളക്കെടുക്കാനായി വ്രതാനുഷ്ഠാനത്തോടെ ധാരാളം സ്ത്രീകൾ എത്തുന്നു. ദേവിയുടെ ശ്രീഭൂതബലി, ഉത്സവബലി, ജീവിത എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് അകമ്പടിയായി ഭക്തർ ചമയവിളക്കെടുക്കുന്നു.